നമസ്കാരം. ഈ ലളിതത്തിലേക്ക് സ്വാഗതം. ട്രംപ് താരിഫ് ഇന്ത്യൻ വിപണിയെ പിടിച്ചുലയ്ക്കുന്നു. പ്രധാനപ്പെട്ട ഓരോ സൂചികളിൽ നിന്ന് 1% ഇടിവ് നേരിട്ടാണ് ഈ വ്യാപാരാഴ്ച കടന്നു പോകുന്നത്. നിഫ്റ്റി 3 മാസത്തെ താഴ്നിലയിലേക്ക് എത്തി. ക്ലോസിംഗിൽ 24,400 താഴെയാണ് ക്ലോസിംഗ് എത്തിയിരിക്കുന്നത്. അതേപോലെ സെൻസെക്സ് നിർണായകമായ സൈക്കോളജിക്കൽ മാർക്കായി 80,000 നിലവാരം കൈവിട്ടു. അപ്പോൾ ഇന്നത്തെ ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ, വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ, നിഫ്റ്റിയിൽ അടുത്തയാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ, ഇത്തരം ഘടകങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വീടിൻ്റെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ, ഇന്ന് തുടക്കം നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നേരെ നഷ്ടത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ കൂടുതൽ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ട് താഴേക്ക് വീഴുന്നത് കണ്ടു. തുടർന്ന് ഏറെ നേരം ഒരു അവസാന 6 മണിക്കൂറിന് മുമ്പ് വരെ ചെറിയ പരിധിക്കുള്ളിൽ ഉള്ളിൽ സൂചിക തങ്ങി നിന്നു. അവസാന നിമിഷം വീണ്ടും സെല്ലിംഗ് പ്രഷർ എത്തിയോടെ ഇന്നത്തെ താഴ്ന്ന നിലവാരത്തിന് സമീപമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അപ്പം ഇന്നത്തെ ഒരു വീഴ്ചയോടു കൂടി തന്നെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചികളായ നിഫ്റ്റി ആയാലും BSEയുടെ സെൻസെക്സ് ആയാലും NSEയുടെ നിഫ്റ്റി ആയാലും 3 മാസം താഴെ നിലവാരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. നിഫ്റ്റി 24,400 നിലവാരവും താഴേക്ക് വീണു. സെൻസെക്സ് 80,000-നും താഴേക്ക് വീണു. അപ്പം വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ സെൻസെക്സ് 765 പോയിൻ്റ് അഥവാ 0.95% താഴ്ന്ന് 79,858 നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ നിഫ്റ്റിയും 233 പോയിൻ്റ് നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ 0.95% ഇടിഞ്ഞ് 24,363 നിലവാരത്തിലും ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിലും 0.93% നഷ്ടം അഥവാ 55,005 ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള 50 ഓഹരികളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഇന്ന് രേഖപ്പെടുത്തിയത് അദാനി എൻ്റർപ്രൈസസ്, ഭാരതി എയർടെൽ, ശ്രീറാം ഫിനാൻസ്, ഇൻഡസിൻഡ് ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് നിഫ്റ്റി സ്റ്റോക്സിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ നിഫ്റ്റി ഓഹരികളിൽ ഇന്ന് നേട്ടമുണ്ടാക്കിയവർ ടൈറ്റൻ കമ്പനിയാണ്, NTPC ഉണ്ട്, ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഉണ്ട്, HDFC ലൈഫ് ഉണ്ട്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ ഓഹരികളാണ് നിഫ്റ്റി സ്റ്റോക്സിൽ നേട്ടമുണ്ടാക്കിയവ. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി പ്രകടമാണ്. NSEയിൽ നിന്ന് 3038 ഓഹരികളാണ് വെള്ളിയാഴ്ച വ്യാപാരം ചെയ്യപ്പെട്ട. ഇതിൽ നേട്ടമുണ്ടാക്കാനായത് 983 ഓഹരികൾക്ക് മാത്രമാണ്. നഷ്ടം രേഖപ്പെടുത്തിയത് 1966 ഓഹരികൾ. അതായത് ഓരോ ഓഹരി നേട്ടമുണ്ടാക്കുമ്പോൾ 2 ഓഹരി നഷ്ടം രേഖപ്പെടുത്തിയെന്ന് വ്യക്തമാണ്. 54 ഓഹരികൾ 52 വീക്ക് ഹൈ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഉയർന്ന നിലവാരം തിരുത്തി കുറിച്ചപ്പോൾ 79 ഓഹരികൾ 52 വീക്ക് ലോ, ഒരു വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലേക്കും കൂപ്പുത്തിയിട്ടുണ്ട്. ഇനി NSEയുടെ ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 സൂചികൾ നോക്കുകയാണെങ്കിൽ 1% മേലുള്ള നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചികയാകട്ടെ 1.5%-ലേറെയുള്ള നഷ്ടം, 1.64% നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചികയാകട്ടെ 1.49%, 1.5% നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. വിപണിയിലെ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ തോതുകൾ ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക 3% ഉയർന്ന് 12.03 ക്ലോസ് ചെയ്തു. 12 എന്നുള്ളത് പേടിക്കാനുള്ള നിലവാരമൊന്നും അല്ലെങ്കിൽ പോലും ഉയരാനുള്ള പ്രവണത ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നമ്മൾ വിടാതെ പിന്തുടരുന്ന ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് നല്ലതായിരിക്കും. ഇനി സെക്ടർ ഇൻഡീസസിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടർ ഇൻഡീസസുകളും നഷ്ടത്തിലായിരുന്നു. പ്രധാനപ്പെട്ട 13 സെക്ടർ സൂചികളും നഷ്ടത്തിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഏറ്റവും അധികം നഷ്ടം നേരിട്ട് നിഫ്റ്റി റിയാലിറ്റിയാണ്. 2%-ലധികമുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികയായിട്ട് 1.91% നഷ്ടവും. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടർ സൂചികളായിട്ട് 1%-ലേറെയുള്ള നഷ്ടവും രേഖപ്പെടുത്തി. നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് 0.07% നെഗറ്റീവ് ഫ്ലാറ്റ് ക്ലോസിങ്. അതാണ് താരതമ്യേന പിടിച്ചു നിന്നായിട്ടുള്ളൊരു സൂചിക സെക്ടർ സൂചികൾ പറയുമ്പോൾ. ഇനി ഇപ്പം ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ഒരു വ്യാപാരം പൂർത്തിയോടെ ഈ വ്യാപാരാഴ്ചയ്ക്കും അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ വ്യാപാരാഴ്ചയ്ക്കും പൂർത്തീകരിക്കുകയാണ്, അല്ലെങ്കിൽ കടന്നു പോവുകയാണ്. അപ്പം നോക്കുമ്പോൾ തുടർച്ചയായ 6ാമത്തെ ആഴ്ചയാണ്. അതായത് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, ചില വ്യാപാര ദിനങ്ങളിൽ ചില സെഷൻ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വ്യാപാരാഴ്ചയുടെ അല്ലെങ്കിൽ ആഴ്ച കാലയളവിൽ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ സെൻസെക്സിലും അതേ പ്രധാനപ്പെട്ട ഓഹരിയിൽ 1%-ലേറെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തുടർച്ചയായ 6ാം വ്യാപാര ആഴ്ചയിലാണ് ഇന്ത്യൻ വിപണി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇത് 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു തുടർച്ചയായ നഷ്ടം രേഖപ്പെടുത്തുന്ന ഒരു വ്യാപാരാഴ്ചകൾ കടന്നു പോകുന്നു. ഇതിന് മുന്നേ ഉള്ളത് 2020 ഫെബ്രുവരിക്കും മാർച്ചിനും ഇടയിലുള്ള 7 ആഴ്ചകൾ ഇന്ത്യൻ വിപണി തുടർച്ചയായി നഷ്ടം രേഖപ്പെടുത്തുന്നത്. നമുക്കത് കോവിഡിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അതിനുശേഷം നോക്കുമ്പോൾ തുടർച്ചയായിട്ട് അടുപ്പിച്ച് ഇത്രയും അധികം വ്യാപാരാഴ്ചകൾ നഷ്ടം രേഖപ്പെടുത്തി പോകുന്നൊരു കാലയളവ് കൂടിയാണിത്. സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക് ഒക്കെ 1%-ലുള്ള നഷ്ടമാണ് ഈ ഒരു കടന്നു പോകുന്ന വ്യാപാരാഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 1%-ലധികമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിഫ്റ്റി ഓഹരികൾ നോക്കുകയാണെങ്കിൽ
25 ഓഹരികൾ, അതായത് പകുതിയിലധികവും ഈ ആഴ്ച നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമുള്ള 50 ഓഹരികളിൽ പകുതിയും നഷ്ടം രേഖപ്പെടുത്തി തന്നെയാണ് ഈ ആഴ്ച കടന്നു പോയിട്ടുള്ളത്. ഇനി വിപണിയിൽ ഇടിവിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ താരിഫ് കൺസേൺ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പം റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ അഡീഷണലായിട്ട് 25% കൂടെ നികുതി ചുമത്തിയതോടുകൂടി തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വ്യാപാരം ചെയ്യപ്പെട്ടെങ്കിൽ അധികമായി 50% ഉള്ള നികുതി കൂടെ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ട്രംപ് ഈ ഒരു താരിഫ് ഡിസ്പ്യൂട്ട് ഇനി സെറ്റിലായതിനു ശേഷമുള്ള ട്രേഡ് ഡീലിലോട്ടുള്ള ചർച്ചകൾ കടക്കുമെന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഒരു ഇൻവെസ്റ്റേഴ്സ് ANA അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വാർത്താ ഏജൻസിയെ. അപ്പോൾ അതും ഒക്കെ ഇന്ത്യൻ ഈ നിക്ഷേപകരുടെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ നെഗറ്റീവായിട്ട് ബാധിച്ചൊരു ഘടകം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തപ്പെട്ട രാജ്യമെന്ന നിലയിലും ഇനിയിപ്പം ഓഗസ്റ്റ് 27 മുതലാണ് ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ള നികുതികളൊക്കെ പ്രാബല്യത്തിലാകുന്നത്. അതിന് തൊട്ട് മുന്നേ 6ാം വട്ട ചർച്ചകൾക്കായി US ഡെലിഗേഷൻസ് വരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇതിൻ്റെ അതൊരു പോസിറ്റീവ് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം റിക്കവറി നൽകാൻ പറ്റുന്ന ഘടകമായി മാറും. ഇപ്പോൾ എന്തായാലും താരിഫ് സംബന്ധിച്ച കൺസേണുകളും അത് ഇന്ത്യൻ GDPയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ ബാധിക്കുമെന്നുള്ള ആശങ്കകളുമാണ് വിപണി ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച നോക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ മുന്നോട്ടുള്ള ഇന്ത്യയുടെ GDP വളർച്ച അനുമാനം കഴിഞ്ഞ മുന്നത്തെ നിലവാരത്തിൽ തന്നെ 6% നിലനിർത്തിയിരുന്നാണ് വിപണി ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്ന ഘടകം. പക്ഷേ ഈ US-ഉമായിട്ടുള്ള വ്യാപാര തർക്കം എങ്ങനെ പോകുന്നു എന്നുള്ളത് ഉറ്റുനോക്കിയാണ്. ഏതെങ്കിലും നിലയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ബാധിക്കുന്ന രീതിയിലോട്ട് എത്തുന്ന ഒരു സൂചനകളോ കാര്യങ്ങളോ വന്നെങ്കിൽ വിപണിയെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അപ്പം വിപണി ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് പ്രതികൂല ഘടകങ്ങളിൽ ഏറ്റവും മുഖ്യമെന്ന് പറയുന്നത് താരിഫ് കൺസേൺ തന്നെയാണ്. US-ൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചുമത്തിയിട്ടുള്ള താരിഫ് തന്നെയാണ്, അധിക ചുങ്കം തന്നെയാണ്. രണ്ടാമതായിട്ട് FII സെല്ലിങ്സ് ആണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപയുടെ സെല്ലിംഗ് ആണ് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 5000 കോടി രൂപയുടെ ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പം വിപണിയിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവായിട്ട് നിൽക്കുമ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായ വിദേശ നിക്ഷേപരും FIIസും സെല്ല് ചെയ്യുന്ന മാർക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഗ്ലോബലി നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് നിന്നത്. ഇപ്പം സൗത്ത് കൊറിയയുടെ കോസ്പി ആയാലും ഹോങ്കോങ്ങിൻ്റെ ഹാങ്സെങ് ആയാലും US മാർക്കറ്റിൻ്റെ ഒരു ഇന്നലത്തെ ഒരു ഓവർനൈറ്റ് നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൂ ആണ് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു നേരിയ നഷ്ടത്തോടെ തുടങ്ങാൻ കാരണമായത്. പക്ഷേ തുടർന്ന് ഒരു ട്രിഗറുകൾ ലഭിക്കാതിരുന്നതും വിൽപ്പന സംബന്ധിച്ച് ശക്തമായാണ് വിപണി താഴേക്ക് പോയത്. അതുപോലെ തന്നെ ഈ ഡോളറിൻ്റെ ശക്തി, ഇന്ത്യൻ രൂപയും ഡോളറും തമ്മിലുള്ള വിനിമയ മൂല്യത്തിൽ രൂപ ദുർബലമാകുകയും ഡോളർ ശക്തി ആർജിക്കുകയും ചെയ്യുന്നതും ഒരു മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു ഘടകം തന്നെയാണ്. FIIസിന് ഒരു സെല്ലിങ്ങിൻ്റെ ട്രിഗർ ചെയ്യുന്നൊരു ഘടകം തന്നെയാണ്. എന്തായാലും റിസർവ് ബാങ്കിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് റുപ്പിയിലുണ്ടായിരിക്കുന്ന നഷ്ടം 5 പൈസ 87.63 മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുള്ളത്. ഇനി വിപണിയിൽ ഉള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ബൗൺസ് ബാക്ക് കാണാനായി പക്ഷേ അതിന് തൊട്ട് പിന്നാലെ ഇന്നത്തെ നോക്കുമ്പോൾ ഒരു ഷാർപ്പ് സെൽ ഓഫാണ് കാണാനാകുന്നത്. നിഫ്റ്റിയിൽ 232 പോയിൻ്റ് നഷ്ടം രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ചാർട്ടിൽ നോക്കുമ്പോൾ ഒരു ലോങ് ബെയർ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച കാണപ്പെട്ട ആ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിനെ കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ആക്ഷനാണ് നമുക്കിത് കാണാനായത്. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോഴും ഒരു ലോങ് നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് കാണാനുള്ളത്. ഇപ്പോൾ തുറച്ച് ആഴ്ചയിലെ 6ാമത്തെ ക്യാൻഡിലാണ് നമുക്ക് നോക്കുമ്പോഴും ചാർട്ടിൽ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പം ഒരു ലോങ് അപ്പർ ഷാഡോ ഒക്കെ കഴിഞ്ഞ ഒരു 4-5 വീക്ക്ലി ക്യാൻഡിൽസ് നോക്കുമ്പോൾ ലോങ് അപ്പർ ഷാഡോ ഒക്കെ ആണ് കൂടെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു സെൽ ഓൺ റൈസ് മോഡ് സെൽ ഓൺ റൈസ് സിഗ്നലാണ് നമുക്ക് നൽകുന്നത്. അല്ലെങ്കിൽ നിഫ്റ്റിയിലൊരു അണ്ടർലൈങ് സെൻറ്റിമെൻറ്റ്സ് ഒരു വീക്കറാണെന്ന് പറയാം. നിഫ്റ്റിയുടെ അണ്ടർലൈങ് ട്രെൻഡ് ഒരു വീക്കറാണെന്ന് പറയാം. പിന്നെ ഇന്നത്തെ നോക്കുകയാണെങ്കിലും 1 അവർ ചാർട്ട് നോക്കുമ്പോൾ നിഫ്റ്റി 50 EMAയുടെ ഒരു നിലവാരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊരു സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു നിലവാരം എന്ന് പറയുന്നത് 24,224 ഇത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലോട്ടൊക്കെ സംജാതമാകുന്ന പശ്ചാത്തലത്തിൽ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ 24,500 മറികടക്കുമെന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം വളരെ ഒരു ശക്തമായിട്ടുള്ളൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര തർക്കം ഒഴിവാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാർത്തകൾ വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് സഹായിക്കുന്ന ഘടകമായി മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും വിപണിയുടെ
ഒരു ഇച്ചിരൂടെ വിശദമായൊരു അനാലിസിസ് നമുക്ക് വരുന്ന ഞായറാഴ്ച നോക്കാം. അപ്പോൾ എന്തായാലും ഏവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ച് നിർത്തുന്നു. കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.